അക്കൗണ്ടിൽ ജോസ് വള്ളൂരിന്റെയും വത്സരാജിന്റെയും ആരോപണങ്ങൾ. ഒന്ന്, ഈ ഗ്യാരണ്ടിയിൽ കേരളം വിശ്വസിക്കാൻ പോകുന്നില്ല. ഈ ഗ്യാരണ്ടികളെല്ലാം കേരളം കണ്ടതല്ലേ എന്നാണ് ചോദിക്കുന്നത്. നമ്പർ 2, സിറ്റിംഗ് MP ആയ TN പ്രതാപന്റെ വികസന നേട്ടം അത് ജനങ്ങൾ കാണില്ലേ? അല്ല, ഈ ജോസ് വള്ളൂരിന് രാഷ്ട്രഭാഷ വലിയ വശമില്ല എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. നരേന്ദ്രമോദിജി ഒരാളുടെ അക്കൗണ്ടിലും 15 ലക്ഷം രൂപ ഇട്ടു കൊടുക്കാമെന്ന് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. ഞാൻ വെല്ലുവിളിക്കുന്നു ജോസ് വള്ളൂരിനെ, നിങ്ങൾക്ക് ഭാഷ അറിയില്ലെങ്കിൽ നിങ്ങൾ പോയി ഹിന്ദി പഠിക്കുക. അങ്ങനെ നരേന്ദ്രമോദി വാഗ്ദാനവും നൽകിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞ അത്രയും കള്ളപ്പണ നിക്ഷേപം വിദേശ രാജ്യങ്ങളിൽ ഉണ്ട് എന്നാണ്. എന്നിട്ടാ കള്ളപ്പണം എവിടെ അനീഷ് കുമാർ? കള്ളപ്പണം തിരിച്ചു പിടിക്കാനുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ട്. കള്ളപ്പണം തിരിച്ചു പിടിച്ചിട്ടുണ്ട്. കള്ളപ്പണം തിരിച്ചു പിടിച്ചിട്ടുണ്ട്. നിരോധനം പാഴായില്ലേ? കള്ളപ്പണം തിരിച്ചു പിടിച്ചിട്ടുണ്ട്. കള്ളപ്പണം തടയാനുള്ള നടപടി ഉണ്ടായിട്ടുണ്ട്. ഈ ജോസ് വള്ളൂരിന്റെ പാർട്ടി ഭരിക്കുമ്പോ ലക്ഷം കോടികളുടെ അഴിമതി, ഇന്ത്യയിൽ ലക്ഷം കോടികളുടെ അഴിമതി, കാട്ടുകള്ളന്മാരുടെ ഭരണം, 1.75 ലക്ഷം കോടി കോൺഗ്രസിന്റെ അഴിമതി, 1.75 ലക്ഷം കോടി കൽക്കരി കുംഭകോണം, 1.56 ലക്ഷം കോടി ആദർശ ഫ്ലാറ്റ് കുംഭകോണം, കോമൺവെൽത്ത് കുംഭകോണങ്ങളുടെ സർക്കാർ, നാടുകെട്ട സർക്കാർ, ലക്ഷം കോടികൾ. പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടുണ്ടോ? പ്രധാനപ്പെട്ട ചോദ്യമാണ് സർക്കാർ, അഴിമതി രഹിത സർക്കാർ. ശരി, നോക്കൂ, വത്സരാജ് ജോസ് വള്ളൂർ വളരെ പ്രധാനപ്പെട്ട ഒരു ആർഗ്യുമെന്റ് മുന്നോട്ട് വെച്ചിരിക്കുന്നു അനീഷ് കുമാർ. ഈ പ്രധാനമന്ത്രിക്കെതിരെ ഏതെങ്കിലും അഴിമതി ആരോപണം ഇക്കഴിഞ്ഞ 2 ടേമുകളിലായി ഉന്നയിക്കാൻ സാധിച്ചിട്ടുണ്ടോ? പ്രസക്തമായ ചോദ്യമാണ്. എന്നാൽ UPA സർക്കാർ താഴെ പോയത് നമ്മൾ കണ്ടതാണ്. നമ്മളൊന്ന് നീട്ടി എഴുതിയാൽ പത്രത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ആ സംഖ്യ ഉണ്ടായിരുന്നു. കുംഭകോണത്തിന്റെ കണക്കാ, അത് പറഞ്ഞത് സുപ്രീം കോടതിയാ. അങ്ങനെ ഒരു കണക്കുണ്ടോ മുമ്പിൽ ഇലക്ട്രൽ ബോണ്ട് അല്ലാതെ? ഈ 10 വർഷക്കാലത്തെ ഭരണം പരിശോധിച്ച് നമുക്ക് അതിന് മുമ്പുണ്ടായിരുന്ന കാലത്തെ അഴിമതിയെക്കുറിച്ച് നാട്ടിലെ ജനം ചർച്ച ചെയ്തത് കൊണ്ടാണല്ലോ ആ ഗവൺമെന്റിനെ മാറ്റി പുതിയൊരു ഗവൺമെന്റ് വരുന്നത്. അതെ, പുതിയൊരു ഗവൺമെന്റ് വന്നാൽ ആ വരുന്ന സമയത്ത് നാട്ടിലെ ജനങ്ങൾക്ക് നൽകിയ ഒരുപാട് വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ചില കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. നമ്മുടെ നാട്ടിലെ കള്ളപ്പണം ഇല്ലാതാക്കി ഇവിടെ നല്ല പണത്തിന് വിനിമയം ചെയ്യാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കും. അങ്ങനെയാണല്ലോ നോട്ട് നിരോധനം വരുന്നത്. നോട്ട് നിരോധനം വന്നിട്ട് എത്ര കള്ളപ്പണം പിടിച്ചു? ആ കാര്യങ്ങളുടെ കണക്ക് ഇന്നേ വരെ പുറത്തുവിട്ടു. പക്ഷേ നമ്മൾ ഡിജിറ്റൽ പേയ്മെന്റ് കൂടി, അതിന് ബാങ്ക് വഴിയുള്ള പേയ്മെന്റ് കൂടി. അല്ല, അതിന് നോട്ട് നിരോധനം, ടാക്സിന്റെ വരുമാനം കൂടി, പ്രത്യക്ഷ നികുതി വരുമാനത്തിൽ വലിയ വർധനവുണ്ടായി. അതിനൊക്കെ വേറെ മാർഗം. നോട്ട് നിരോധനം നടത്തേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന കാര്യം നിർമ്മല സീതാരാമന്റെ തന്നെ ഭർത്താവായിട്ടുള്ള പരകാല പ്രഭാകർ അദ്ദേഹം തന്നെ ഈ നാട് മുഴുവൻ പറഞ്ഞു നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണത്. എന്താണ് ഈ നാട്ടിലെ ജനങ്ങളെ നോട്ട് നിരോധനത്തിലൂടെ പ്രയാസപ്പെടുത്താൻ മുന്നോട്ട് വന്നത്? അതല്ലാത്ത മാർഗങ്ങളിലൂടെ ഇവിടെ കള്ളപ്പണം തടസ്സപ്പെടുത്താൻ. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ചർച്ച ചെയ്യാൻ പോകുന്നത് അഴിമതിയല്ല, വികസനമല്ല, മറ്റെന്താണ് എന്നുള്ളതാണ് ചോദ്യം. വികസനമാണെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ വലിയ വികസന പദ്ധതികൾ എടുത്തു കാണിക്കും BJP. അഴിമതിയാണെങ്കിൽ നരേന്ദ്രമോദി എന്ന വ്യക്തിക്കെതിരെ അഴിമതിയുടെ ഒരു ആരോപണവും നിലവിലില്ല. പാർട്ടിക്കെതിരെ ഉണ്ടാവാം, അത് സിസ്റ്റം അഴിമതിയാണെന്ന് പറയാം, ഇലക്ട്രൽ ബോണ്ടാണെന്ന് പറയാം. പക്ഷേ എന്തായിരിക്കും തൃശ്ശൂർ ചർച്ച ചെയ്യാൻ പോകുന്നത്? അല്ല, ദേശീയ രാഷ്ട്രീയം തീർച്ചയായിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്ന ഏറ്റവും മുഖ്യമായ കാര്യം ദേശീയ രാഷ്ട്രീയം തന്നെയാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ വികസനം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിത പുരോഗതിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വേണം വികസനത്തെ. സപ്ലൈകോയിലെ ഒഴിഞ്ഞ റാക്ക് ചൂണ്ടിക്കാണിച്ച് തന്നെ പറയേണ്ടി വരും. സപ്ലൈകോന് അവിടെ നടക്കുന്ന അതൊക്കെ ഞങ്ങൾക്കറിയാം. ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ സംസ്ഥാനത്തിന് തരേണ്ടതായിട്ടുള്ള അർഹമായ വിഹിതം തരാതെ സപ്ലൈകോ ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളെയും ബുദ്ധിമുട്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയാണ്. കർഷകരുടെ നെല്ല് സംഭരിച്ചതിന്റെ പണത്തിൽ തന്നെ കേന്ദ്ര വിഹിതം ഇപ്പോഴും തരാത്തത് കൊണ്ടാണ് നമുക്കത് പൂർണ്ണമായി അത് തന്നെ അത്തരത്തിൽ കേരളത്തെ രാഷ്ട്രീയ വിവേചനത്തിന്റെ അടിസ്ഥാനത്തിൽ ബുദ്ധിമുട്ടിക്കുന്ന നിലപാടാണ്. ഉദാഹരണത്തിന് ഞാൻ ഒരു കാര്യം പറയാം. 6 മാസത്തെ പെൻഷൻ കുടിശ്ശികയുണ്ട്. നിങ്ങൾ വോട്ട് ചോദിക്കാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ പെൻഷൻകാരാണ് വന്നത് എന്ന പ്രതീക്ഷയിൽ ഒരു മുത്തശ്ശനും കൂടെ ഇറങ്ങി വരുമ്പോൾ വോട്ട് തരണേ എന്ന് പറഞ്ഞാൽ വോട്ട് തരുമോ? അല്ല, 6 മാസമല്ല 16 മാസക്കാലം കുടിശ്ശിക നിന്നിരുന്ന സംസ്ഥാനമാണ് കേരളം. ആ അവസ്ഥ മാറ്റി ഇവിടെ എല്ലാ സംസ്ഥാന അതിൽ 2 കണക്കുകളുണ്ട്. തോമസ് ഐസക് ആദ്യം വെച്ച കണക്കുണ്ട്, രണ്ടാമത് വെച്ച കണക്കുണ്ട്. എന്തായാലും 600 രൂപ 1600 രൂപയാക്കി വർദ്ധിപ്പിച്ചത് ഒറ്റ ചോദ്യം, ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് 2 മാസത്തെങ്കിലും കുടിശ്ശിക കൊടുക്കും. കൊടുത്തുകൊണ്ട് തന്നെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഈ പറയുന്ന പെൻഷൻ. സാമ്പത്തിക പ്രതിസന്ധി ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവില്ല.
സാമ്പത്തിക പ്രതിസന്ധിയുടെ കാര്യകാരണങ്ങൾ ഞങ്ങൾ വോട്ടർമാരെ ബോധ്യപ്പെടുത്തും. ഈ കേന്ദ്ര സർക്കാരാണ് ഞങ്ങൾക്ക് തരാത്തത്, GST-യുടെ കോമ്പൻസേഷൻ ആണ്, ഈ പെൻഷൻ ഫണ്ട്, വായ്പാ കുടിശ്ശിക, വായ്പാ പരിധി കുറച്ചു, ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ സാധാരണക്കാരായ വോട്ടർമാർക്ക് അറിയാം. അവർക്കറിയേണ്ടത് എന്തുകൊണ്ട് പെൻഷൻ കിട്ടുന്നില്ല. ആ പെൻഷൻ കിട്ടാത്തതിന്റെ കാര്യകാരണങ്ങൾ ഈ നാട്ടിലെ വോട്ടർമാരോട് പറയും.